ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി കിടിലം പരിപ്പ് വട എങ്ങനെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടോളി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നല്ല കുതിർത്തിയ പരിപ്പ് എടുക്കുക. ആ പരിപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒതുക്കി അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് അതിലോട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒരു സവാള, പിന്നെ 2 മുളക്, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി എടുക്കുക. ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്തതായിട്ട് ഈ സബോള ഒന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കുക, റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഇഞ്ചും ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചും അതിലോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതും ഒന്ന് ചതക്കി ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ആവശ്യമായ മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ സവോള കട്ട് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പരിപ്പ് വട മിക്സ്. അതിനുശേഷം ഇതിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പരിപ്പ് വട മിക്സിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കണം. അടുത്തതായി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിടുക. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഉപ്പെടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു അടിപൊളി ക്രിസ്പൻസ് കിട്ടും. നമുക്ക് നല്ലൊരു ക്രിസ്പി കിട്ടും. പരിപ്പാട മൊത്തത്തിൽ നല്ല കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ക്രിസ്പി ആയിരിക്കും. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ശരിക്കൊന്ന് നല്ല മിക്സ് നല്ല എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ഫുള്ള് പരത്തി ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളിതുപോലെ ഫ്രൈ പാൻ വെക്കുക. സ്റ്റൗമ്മ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചൂടായി വരുമ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഫ്രണ്ട്സ്, പരിപ്പ് വട ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് വട നല്ല ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഗായ്സ്, ഫൈനലി നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി അടിപൊളി പരിപ്പ് വടയാണ്. ഫ്രണ്ട്സ്, പരിപ്പ് വട നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭവം നല്ല ക്രിസ്പി പരിപ്പ് വട ആയിട്ടുണ്ട്. കാരണം നമ്മളതിലൊരു അടിപൊളിയായിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത കാരണം ഒരു വെറൈറ്റി തന്നെ ഫീലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് വേണം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതിൽ കാണുന്നവരേക്കും ബായ് ബായ്.